Hello everyone, welcome to Hydrogen Academy. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന ടോപ്പിക്കായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ചും കൂടി എക്സാമ്പിൾസ് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി എക്സാമ്പിൾസാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു സ്റ്റെപ്സ് പഠിച്ചത്? ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? അതിൻ്റെ വേർഡ് ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതുക. ദെൻ എന്താണ് അതിൻ്റെ സിംബോളിക് ഇക്വേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ ക്ലിയർലി റൈറ്റ് ചെയ്യുക. ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള ആറ്റങ്ങൾ കൗണ്ട് ചെയ്യുക. ഓക്കെ, ഈക്വൽ ആണോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പം ഈക്വൽ അല്ലാത്ത ആറ്റംസിനെ നമ്മൾ ഈക്വൽ ആക്കണം. അപ്പം ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരു സമയം ഒരു ആറ്റത്തെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ. അതേ കണക്ക് തന്നെ എന്താണ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇങ്ങനത്തെ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ട് വേണം എപ്പോഴും ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അയണും ഓക്സിജനും റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വേർഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അയൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് അയൺ ട്രീ ഓക്സൈഡ്, ഇങ്ങനെ എഴുതാം. അതിൻ്റെ വേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എങ്ങനെ എഴുതാം? അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? Fe. ഓക്കെ, Fe പ്ലസ് ഓക്സിജൻ O2 ഗീവ്സ് അയൺ 3 ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ Fe2O3 ആണ്. ഓക്കെ, സോ Fe പ്ലസ് O2 ഗീവ്സ് Fe2O3. ഇതാണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ശ്രദ്ധിക്കണതും, നമുക്ക് ഒരു മെറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ മെറ്റൽ ഫസ്റ്റ് ബാലൻസ് ചെയ്യുക, ദെൻ നോൺ മെറ്റൽ, ദെൻ ഹൈഡ്രജൻ, ദെൻ ഓക്സിജൻ, അല്ലേ? അപ്പം ഈ ഇക്വേഷനകത്ത് Fe അയണും ഓക്സിജനും ആണുള്ളത്. അപ്പം അയൺ എന്ന് പറഞ്ഞാൽ എന്താ? അയൺ എന്ന് പറയുന്നതൊരു മെറ്റലാണ്. ഓക്കെ, അയൺ ഒരു മെറ്റലാണ്. പിന്നെ ഉള്ള ഒരു ആറ്റം ഏതാണ്? ഓക്സിജൻ ആറ്റമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആരെ ബാലൻസ് ചെയ്യണം? അയൺ Feനെ ബാലൻസ് ചെയ്യണം, ദെൻ ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് LHSലും RHSലും ഉള്ള ആറ്റംസ് കൗണ്ട് ചെയ്യാം. അപ്പം LHSൽ അയൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, LHS നോക്കിക്കേ. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര അയൺ ആറ്റംസ് ഉണ്ട്? Fe, ഒരു Fe മാത്രമേ ഉള്ളൂ, അല്ലേ? സോ 1 അയൺ ആറ്റമാണ് അവിടെ ഉള്ളത്. ഇനി O2 രണ്ട് ഓക്സിജൻ ആറ്റംസ്, സോ O2. ഓക്കെ, ഇനി RHS കൗണ്ട് ചെയ്ത് നോക്കിക്കേ. RHSൽ അയണും ഓക്സിജനും കൗണ്ട് ചെയ്യണം. അപ്പം അയൺ എത്രയുണ്ട്? Fe2O3 ആണ് അയൺ ഓക്സൈഡ്. സോ Fe2, രണ്ട് Fe ആറ്റമുണ്ട്, അയൺ ആറ്റമുണ്ട്. O3 ആണ്, അല്ലേ? ഓക്സിജൻ 3 ആണ്. അവിടെ 3 ഓക്സിജൻ ആറ്റംസ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത്. അപ്പം നോക്കിക്കേ, അയൺ ആറ്റം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2. അത് അൺഈക്വലാണ്. സോ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഓക്സിജൻ ആറ്റം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2, റൈറ്റ് ഹാൻഡ് സൈഡിൽ 3. അതും അൺഈക്വലാണ്. അത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ നമ്മുടെ മെറ്റൽ, നോൺ മെറ്റൽ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ മെറ്റലായിട്ടുള്ള അയണിനെ ഫസ്റ്റ് ബാലൻസ് ചെയ്യാം. അപ്പം അയണിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? LHSൽ 1 അയൺ ആറ്റവും RHSൽ 2 അയൺ ആറ്റംസുമാണ് ഉള്ളത്. ഓക്കെ, സോ ഇതിന് ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ LHSലുള്ള 1 അയൺ ആറ്റത്തിനെ നമ്മൾ 2 ആക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? LHSൽ Fe ആണുള്ളത്. ഈ Feയുടെ 1 ആയിട്ടുള്ള Feനെ നമ്മൾ 2 ആക്കണം. അപ്പോൾ നമുക്കിങ്ങനെ Fe2 എന്ന് എഴുതാൻ പറ്റുമോ? ഇത് റോങ് ആണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഫ്രണ്ടിലായിട്ട് വേണം എന്ത് എഴുതാൻ? നമ്പർ ഇട്ട് കൊടുക്കാൻ. സോ 2Fe. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം, അല്ലേ? 2Fe പ്ലസ് O2 ഗീവ്സ് Fe2O3. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അയൺ കറക്റ്റായി, അല്ലേ? 2 അയൺ ആറ്റം. ഓക്സിജൻ നോക്കിക്കേ. ഓക്സിജൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോഴും 2 തന്നെയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലും 3 തന്നെയാണ്. ഇനി നമുക്ക് ഓക്സിജൻ ആറ്റത്തിനെ ബാലൻസ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഓക്സിജൻ ആറ്റത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിജൻ ആറ്റം നോക്കിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2, റൈറ്റ് ഹാൻഡ് സൈഡിൽ 3, അല്ലേ? ഇനി നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം? ഒരിടത്ത് O2, റൈറ്റ് ഹാൻഡ് സൈഡിൽ O3. ഓക്കെ, അപ്പോൾ നമുക്ക്
ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 2നെ 3 ആക്കാൻ നോക്കിയാൽ പറ്റുമോ? ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഫ്രണ്ടിൽ 3 ഇട്ട് കൊടുത്താൽ ഇതെന്താവും? 3O2. ഇത് 6 ഓക്സിജൻ ആറ്റമായിട്ട് മാറും അല്ലേ? 6 ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറും. സോ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ 3 ഇട്ട് കൊടുത്ത് ഇവിടെ 6 ആയി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കേ, റൈറ്റ് ഹാൻഡ് സൈഡിൽ Fe2O3. ഇവിടെ ഓക്സിജൻ 3 ആണ്. അപ്പം ഇവിടെ 6 ആയെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ 6 ആക്കണം അല്ലേ? അങ്ങനെ 6 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ Fe2O3യുടെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 2Fe2O3 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 × 3 6 ഓക്സിജൻ ആറ്റംസ് ആവും റൈറ്റ് ഹാൻഡ് സൈഡിൽ അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 6 ഓക്സിജൻ ആറ്റംസ് ആയി അല്ലേ? ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കേ, 2Fe + 3O2 gives 2Fe2O3. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെയും 6 ഓക്സിജൻ ആയി, ഇവിടെയും 6 ഓക്സിജൻ ആയി, ഓക്സിജൻ കറക്റ്റായി. ബട്ട് നോക്കിക്കേ, അയൺ എന്തുവായി? 2Fe2 മീൻസ് 4 അയൺ ആറ്റമായി അല്ലേ? ഇവിടുത്തെ അയൺ ഇൻക്രീസ് ആയിട്ട് 4 ആയിട്ട് മാറി. ഓക്കെ, ഇനി നമുക്ക് ഈ അയണിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും അയൺ ആറ്റംസ് അൺഈക്വലായി. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 അയൺ ആറ്റംസ് ആയി. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ആയിട്ടുള്ള അയൺ ആറ്റത്തിനെ എന്താക്കണം? 4 ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ Feൻ്റെ ഫ്രണ്ടിൽ 2 മാറ്റി 4 കൊടുത്താൽ മതി. 4Fe + 3O2 gives 2Fe2O3. ഇനി കൗണ്ട് ചെയ്ത് നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4 അയൺ ആറ്റമായി. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4Fe, റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കേ 2Fe2O3. 2Fe2 2 × 2 4 അയൺ ആറ്റം. ഇനി ഓക്സിജൻ കൗണ്ട് ചെയ്ത് നോക്കിക്കേ, 3O2. ഓക്കെ, 3O2 എന്ന് പറയുമ്പോൾ 6 ഓക്സിജൻ ആറ്റംസ്. ഈ 2Fe2O3 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 3 6 ഓക്സിജൻ ആറ്റംസ്. ഇപ്പം LHSലും RHSലും ഓക്സിജനും അയണും ഈക്വൽ ആയില്ലേ? സോ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്? 4Fe + 3O2 gives 2Fe2O3. ഇതാണ് അയണും ഓക്സിജനും റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സോഡിയവും ക്ലോറിനും റിയാക്ട് ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. ഓക്കെ, അതിൻ്റെ വേർഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സോഡിയം + ക്ലോറിൻ gives സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എഴുതണം. അപ്പം സോഡിയത്തിൻ്റെ സിമ്പിൾ എന്താണ്? Na ആണ് സോഡിയത്തിൻ്റെ സിമ്പിൾ. ഓക്കെ, അപ്പം Na + ക്ലോറിൻ എന്താണ്? ക്ലോറിൻ എന്ന് പറയുമ്പം Cl2. Na + Cl2 gives സോഡിയം ക്ലോറൈഡ് എന്താണ്? NaCl. ഓക്കെ, Na + Cl2 gives NaCl എന്ന് നമുക്ക് അതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇക്വേഷനെ നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ഓർഡർ ഫോളോ ചെയ്തിട്ടാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? ഫസ്റ്റ് മെറ്റൽ ബാലൻസ് ചെയ്യുക, ദെൻ നോൺ മെറ്റൽ ബാലൻസ് ചെയ്യുക, ദെൻ ഹൈഡ്രജൻ, ദെൻ ഓക്സിജൻ. ഈ ഓർഡർ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളത്? സോഡിയവും ക്ലോറിനും അല്ലേ? സോഡിയം എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം ഒരു മെറ്റലാണ്. ഓക്കെ, ക്ലോറിൻ എന്താണ്? ക്ലോറിൻ ഒരു നോൺ മെറ്റലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ആരെ വേണം ഫസ്റ്റ് ബാലൻസ് ചെയ്യാൻ? ഫസ്റ്റ് സോഡിയം, ദെൻ ക്ലോറിൻ. ഈ ഓർഡറിൽ വേണം ബാലൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് LHSലും RHSലും ഉള്ള ആറ്റംസ് കൗണ്ട് ചെയ്ത് നോക്കാം. LHSൽ എന്തൊക്കെ ആറ്റംസ്? സോഡിയം ആറ്റം, ക്ലോറിൻ ആറ്റം. എത്രയുണ്ട്? സോഡിയം ആറ്റം Na + Cl2. ഓക്കെ, Na ഒരു Na ഉള്ളു അല്ലേ? അപ്പം 1 സോഡിയം ആറ്റം + Cl2 ആണ്. ഓക്കെ, ക്ലോറിൻ 2 ആറ്റംസ് ഉണ്ട്. സോ Cl2. ഇനി RHS നോക്കിക്കേ. RHSൽ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റം. എത്ര സോഡിയം ആറ്റം ഉണ്ട് RHSൽ? RHSൽ NaCl. Na ഒരു Na ഉള്ളു അല്ലേ? 1 Na. Cl എങ്ങനെയാണ്? NaCl ഒരു Cl മാത്രമേ ഉള്ളൂ. ക്ലോറിൻ ആറ്റവും 1 ഉള്ളൂ. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കേ. സോഡിയം ആറ്റം സെയിം അല്ലേ രണ്ട് സൈഡിലും?
ക്ലോറിൻ ആറ്റം മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അതായത് LHSൽ 2ഉം RHSൽ 1ഉം. അപ്പോൾ ക്ലോറിൻ ആറ്റത്തിനെ ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LHSൽ 2ഉം RHSലും 1 ആയതുകൊണ്ട് RHSൽ 2 ആക്കി കഴിഞ്ഞാൽ ക്ലോറിൻ ആറ്റം സെയിം ആവും അല്ലേ? അപ്പോൾ നമുക്കിവിടെ NaCl എന്ന് പറയുന്ന പാർട്ടിൽ ക്ലോറിന് 2 ആക്കണം. അപ്പം ഈ NaCl2 ഇങ്ങനെ കൊടുത്താൽ ഈ ക്ലോറിന് താഴെ 2 കൊടുത്താൽ അത് റൈറ്റ് ആണോ? അല്ല, ഇത് റോങ് ആണ് അല്ലേ? കെമിക്കൽ ഫോർമുല കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി പോകും. സോ നമ്മളെപ്പോഴും കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുലയുടെ ഫ്രണ്ടിലായിട്ട് വേണം, കോഫിഷ്യൻ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട് നമ്പേഴ്സ്. സോ 2NaCl ഇങ്ങനെ വേണം നമ്പർ കൊടുക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് Na+Cl2 gives 2NaCl എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കേ, 2NaCl 2Cl ആയി അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിലും 2Cl ആയി. സോ ക്ലോറിൻ റൈറ്റ് ഹാൻഡ് സൈഡിലും 2 ആയി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും 2 ആയി. നമ്മൾ ക്ലോറിനെ ബാലൻസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് NaClൻ്റെ ഫ്രണ്ടിൽ 2 കൊടുത്തപ്പോൾ നോക്കിക്കേ, സോഡിയം ആറ്റവും എന്തായി? 2 ആയിട്ട് മാറി അല്ലേ? LHSലെ സോഡിയം ആറ്റം 2 ആയിട്ട് മാറി. ഓക്കെ, സോ നമുക്കത് കറക്റ്റ് ചെയ്യണം അല്ലേ? RHSൽ സോഡിയം ആറ്റം 2 ആയി. സോ LHSൽ എന്ത് വേണം? നമുക്ക് സോഡിയം ആറ്റത്തിന് കറക്റ്റ് ചെയ്യണം. LHSൽ ഒരു സോഡിയം ആറ്റമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? LHSലെ സോഡിയം ആറ്റത്തിനെയും 2 ആക്കണം. അപ്പോൾ നമുക്ക് ഈ എണ്ണയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ 2 ഇട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, ഇത് റോങ് ആണ് അല്ലേ? അപ്പം നമ്മളെപ്പോഴും എണ്ണയുടെ ഫ്രണ്ടിലായിട്ട് വേണം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2Na ഇങ്ങനെ വേണം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 2Na+Cl2 gives 2NaCl. ഓക്കെ, ഇനി നോക്കിക്കേ, LHSൽ സോഡിയം ആറ്റം ഇപ്പോൾ എത്രയായി? 2 ആയി അല്ലേ? RHSലും 2. ക്ലോറിൻ ആറ്റം നോക്കിക്കേ, LHSലും 2, 2NaCl 2Cl അല്ലേ? RHSലും 2. അപ്പം LHSലും RHSലും സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ഈക്വലാണ്. ഓക്കെ, സോ നമ്മുടെ സോഡിയമും ക്ലോറിനും റിയാക്ട് ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്? 2Na+Cl2 gives 2NaCl. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.